നമസ്കാരം, ഞാൻ രാകേഷ് എം ജി. നമ്മുടെ വാഹനത്തിൽ ഒരു ഓട്ടോമാറ്റിക്കും മാനുവൽ ട്രാൻസ്മിഷനും ഉണ്ട്. 2 ട്രാൻസ്മിഷൻസ് അവൈലബിൾ ആണ്. അങ്ങനെയാണെങ്കിൽ ഏതിൽ ഓടിക്കണം? അതായത് ഇപ്പോൾ ഒരു AMT അല്ലെങ്കിൽ DCT ക്ലച്ച്, IMT ക്ലച്ച്, അത് IMT പിന്നെ വേറെ ഓപ്ഷനില്ല, മാനുവലേ ഓടിക്കാൻ പറ്റത്തുള്ളൂ. ഓക്കെ, ഇങ്ങനെ ഓട്ടോമാറ്റിക് അല്ലെങ്കിൽ ഒരു ഓട്ടോമേറ്റഡ് ക്ലച്ചൊക്കെയാണ് നമ്മുടെ വാഹനത്തിൽ വരുന്നുണ്ട്. ഏത് മോഡിൽ നമ്മൾ വാഹനം ഓടിക്കണം? അതായത് ഓട്ടോമാറ്റിക്കിൽ ഓടിക്കണോ അതോ ഒരു മാനുവലിൽ ഓടിക്കണം? ഇങ്ങനെ ഒരു സംശയം എൻ്റെ ഒരു സബ്സ്ക്രൈബർ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ചോദ്യം ഇങ്ങനെ ചോദിച്ചിരിക്കുന്നത് @user P4UD8K, പേരെനിക്ക് അറിയത്തില്ല എന്താണ്. ഓക്കെ, എന്തെങ്കിലും ആവട്ടെ. അപ്പോൾ ചോദ്യം ഇങ്ങനെയാണ്: എൻ്റെ വണ്ടി DCT ആണ്, അതിൽ മാനുവൽ മോഡുണ്ട്. കയറ്റത്തിലും ഇറക്കത്തിലും ഏത് മോഡ് യൂസ് ചെയ്യണം? ഓക്കെ, നല്ലൊരു ചോദ്യമാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഏതാ വാഹനമെന്ന് പറഞ്ഞിട്ടില്ല, അതും കൂടെ പറയുകയാണെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിരുന്നു. ഓക്കെ, നോ പ്രോബ്ലം. നമുക്ക് ഏതായാലും ഒരു DCT ക്ലച്ച് എന്ന് പറയുമ്പോൾ ഡ്യുവൽ ക്ലച്ച് ട്രാൻസ്മിഷനാണ്. 2 ക്ലച്ച് വരുന്നുണ്ട് ഈ മോഡൽസിന്. അത് ഞാൻ ഇതിനെക്കുറിച്ചൊരു വീഡിയോ നേരത്തെ ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. അതിൻ്റെ ട്രാൻസ്മിഷൻ സിസ്റ്റവും ആ കാര്യങ്ങളൊക്കെ കൂടെ കാണിച്ചുകൊണ്ട് വീഡിയോ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഏത് മോഡിൽ വാഹനം ഓടിക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ എപ്പോഴും റെക്കമെൻഡ് ചെയ്യും ഓട്ടോമാറ്റിക് തന്നെയായിരിക്കും ആസ് ഇറ്റ് ഈസ് എപ്പോഴും നമുക്ക് സുഖം. കാരണം നമ്മൾ പോലും നോക്കണ്ട, അല്ലെങ്കിൽ നമുക്ക് അതിൽ കൂടുതൽ ടെൻഷൻസോ കാര്യങ്ങളോ വരുന്നില്ല. ഇനി അതല്ല, വാഹനം മാനുവലായിട്ട് കൺട്രോൾ ചെയ്യണം എന്ന് ആഗ്രഹമുള്ള വ്യക്തികളാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഗിയർ ഷിഫ്റ്റ് ചെയ്ത് തന്നെ യൂസ് ചെയ്യാൻ സാധിക്കും. ഇതിൽ ഞാൻ മെയിനായിട്ട് പറയുന്ന ഒരു കാര്യം കൂടെ ഉണ്ട്. നമ്മളിപ്പോൾ ഇറക്കവും കയറ്റവും ഒക്കെ പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ പറയുകയാണ്, ഇറക്കത്തിലേക്ക് ഇറങ്ങുന്ന സമയത്ത് വാഹനം ഓവറായിട്ടുള്ള സ്പീഡ് കയറുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മാനുവലി ഷിഫ്റ്റ് ചെയ്ത് വാഹനം ഓടിക്കുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കും. ഏകദേശം ഒരു 3rd ഗിയറിലൊക്കെ നമ്മളൊരു ഇറക്കം ഇറങ്ങി വരുന്നത് നമ്മൾ ഓട്ടോമാറ്റിക്കലിട്ട് ഇറങ്ങുകയാണെന്നുണ്ടെങ്കിൽ സ്പീഡ് വാഹനത്തിന് സെൻസ് ചെയ്യാൻ സാധിക്കത്തില്ല, അല്ലെങ്കിൽ ഇറക്കമാണെന്നുള്ളൊരു വാഹനത്തിന് അറിയാൻ സാധിക്കത്തില്ല. അങ്ങനെ വരുന്ന സമയത്ത് വാഹനം അത്യാവശ്യം നല്ല സ്പീഡിൽ തന്നെ പോകും. നമുക്ക് കൂടുതൽ ബ്രേക്കിങ് കാര്യങ്ങളൊക്കെ ആവശ്യം വരുന്നുണ്ട്. അതിനെ കഴിഞ്ഞും ഏറ്റവും നല്ലത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും നന്നായിട്ട് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന ഒരു കാര്യം, DCT ആണെങ്കിലും AMT ആണെങ്കിലും, AMTക്ക് കുറച്ചുകൂടെ DCTയെ കഴിഞ്ഞും കുറച്ചുകൂടെ ഈ പറയുന്ന പോലെ യൂണിറ്റിൻ്റെ കോസ്റ്റും കാര്യങ്ങളൊക്കെ കുറവാണ്, പാർട്സ് കുറവാണ്. അപ്പോൾ അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് കുറച്ചുകൂടെ ഒന്ന് ശ്രദ്ധിക്കേണ്ടത് AMT ആണെന്ന് ഞാൻ പറയത്തുള്ളൂ. കാരണം വേറൊന്നും കൊണ്ടല്ല, ക്ലച്ചും കാര്യങ്ങളൊക്കെ കമ്പാരിറ്റീവ്ലി സിംഗിൾ ക്ലച്ചാണ് വരുന്ന ഒരു AMT വാഹനത്തിന്. സിംഗിൾ ക്ലച്ച് ആയതുകൊണ്ട് തന്നെ ലോഡ് കൂടുതൽ ആ ഒരു ക്ലച്ചിനാണ് കൂടുതൽ വരുന്നത്. ആസ് ഇറ്റ് ഈസ് ഗിയർ മാറുന്നതിനനുസരിച്ച്, മറ്റേതെന്ന് പറയുമ്പോഴത്തേക്കും ഗിയേഴ്സ് അനുസരിച്ച് 3 ഗിയേഴ്സും വേറെ വേറെ ക്ലച്ചിനാണ് വരുന്നത്. പക്ഷേ AMT വരുന്ന സമയത്ത് ഒരു സിംഗിൾ ക്ലച്ച് തന്നെയാണ് അത് ആശ്രയിച്ചിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ഞാൻ പറയുന്ന AMT വാഹനങ്ങളൊക്കെ ഒരു ഇറങ്ങുന്ന സമയത്ത് മോഡിൽ തന്നെ നിങ്ങൾ ഇറങ്ങി വരികയാണെങ്കിൽ തന്നെ സ്പീഡ് കുറച്ച് ഇറങ്ങി വരാൻ ശ്രമിക്കുക. ഇനി സ്പീഡ് കുറച്ച് ബ്രേക്ക് ചെയ്യുന്ന കാലം എടുത്ത് കഴിയുമ്പോൾ പിന്നെ വാഹനം സ്പീഡ് കൂടുകയാണെങ്കിൽ മാനുവലിലോട്ട് ഇട്ട് ഒരു 3rd ഗിയറിലൊക്കെ തന്നെ ഇറങ്ങി വരാൻ വേണ്ടി ശ്രമിക്കുക. ഇനി ഈ പറയുന്ന പോലെ DCT വാഹനമാണെങ്കിൽ പോലും ഈ പറയുന്ന പോലെ നമുക്ക് മാനുവലിലോട്ട് ഷിഫ്റ്റ് ചെയ്ത് ഈ പറഞ്ഞ രീതിക്ക് ഇറങ്ങുകയാണെങ്കിൽ ബ്രേക്കിങ്ങും കാര്യങ്ങളൊക്കെ നമുക്ക് കുറച്ച് യൂസ് ചെയ്താൽ മതി.